ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിൽ. 43-കാരനായ അബു ഹനീഫാണ് 6.6 ഗ്രാം ബ്രൌൺ ഷുഗറുമായി കോതമംഗലം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. ലഹരി വിറ്റ ഇനത്തിൽ ലഭിച്ചതാണെന്ന് കരുതുന്ന 38,500 രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. രാത്രിയുടെ മറവിൽ കച്ചവടത്തിനായി കൊണ്ടുവന്ന രാസലഹരിയെ പതിയിരുന്ന് കണ്ടെത്തുകയായിരുന്നു കോതമംഗലം എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. 6.669 ഗ്രാം ബ്രൌൺ ഷുഗറാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. നിർമ്മാണ തൊഴിലാളിയെന്ന വേഷം ധരിച്ച് അസമിൽ നിന്നുമെത്തിയ 43-കാരനായ അബു ഹനീഫിന്റെ ലക്ഷ്യം തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുക എന്നതായിരുന്നില്ല. പകരം ഇവിടെയുള്ളവർക്ക് ലഹരി വിറ്റ് പണം സമ്പാദിക്കുക എന്നതായിരുന്നു. രാത്രി 10 മണിയോടെ കോഴിപ്പള്ളി പാലത്തിന് സമീപം ആൾത്തിരക്കൊഴിഞ്ഞ ഭാഗത്ത് ആവശ്യക്കാരനെത്തുന്നതും കാത്തുനിന്ന അബു ഹനീഫിനെ തേടി വന്നത് എക്സൈസ് സംഘമായിരുന്നു. ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു. ബ്രൌൺ ഷുഗർ പാക്കറ്റിനു പുറമെ ലഹരി വിറ്റ ഇനത്തിൽ ലഭിച്ചതായി കരുതുന്ന 38,500 രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഇതേക്കുറിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MP ഇങ്ങനെ വ്യക്തമാക്കുന്നു. നമ്മൾ ഇന്ന് രാത്രികാല പരിശോധനകളുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുകൂടി വരുന്ന സമയത്ത് സംശയാസ്പദമായി സാഹചര്യത്തിൽ കണ്ട ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഇയാളെ പരിശോധിക്കുകയും അയാളുടെ പക്കൽ നിന്ന് നമുക്ക് 6.69 ഗ്രാം ഹെറോയിൻ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഈ ഹെറോയിൻ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഈ ഭാഗത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിറ്റ വകയിൽ പുള്ളിയുടെ കൈവശം ഉണ്ടായിരുന്ന ഏതാണ്ട് 38,500 രൂപയും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടുത്ത സമയത്ത് ഇയാൾ ആസാമിൽ പോവുകയും ആസാമിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇയാളുടെ താമസ സ്ഥലം പരിശോധിച്ച് ബാക്കി നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. പ്രിവന്റീവ് ഓഫീസർമാരായ ഷമീർ VA, ലിബു PB, റസാഖ് KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, ബിൻസാർ എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ താമസ സ്ഥലം പരിശോധിച്ച് കൂടുതൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.